ഓണത്തിനേക്ക് എടുത്ത തുണിയാണെന്നെങ്കിലും ഇത് തയ്ക്കാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് ഞാൻ ഈ തുണി എടുക്കുന്നത്. ഇത് ആദ്യമേ കണ്ട സമയത്ത് കഫ്താനൊക്കെ തയ്ക്കാന്നുള്ള കോൺഫിഡൻസിലാണ് കൊണ്ടുവന്നത്. ലൈനിങ് വെച്ച് കഫ്താൻ തയ്ക്കുന്ന കാര്യത്തിൽ ആകെ ഡൗട്ടായിരുന്നു. യൂട്യൂബിലൊക്കെ നോക്കിയെങ്കിലും എനിക്ക് മനസ്സിലാവത്തക്ക രീതിയിലുള്ള യൂട്യൂബ് വീഡിയോസ് ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു ഏകദേശം ഒരു ഐഡിയയ്ക്ക് ഫസ്റ്റ് കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കഴുത്ത് ഒന്ന് സെറ്റായതിന് ശേഷമാണ് പിന്നെ ഒരു കോൺഫിഡൻസ് വന്നത്. പിന്നെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഓർഗാൻസ മെറ്റീരിയലിലൂടെ ആയതുകൊണ്ട് പിന്നൊക്കെ വെച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് തയ്ച്ചത് കേട്ടോ. പക്ഷേ എന്നാലും തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്ലുക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. ഇത് ആ ഒരു സന്തോഷം കാണുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എത്തിയപ്പം ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി. അഥവാ പണി പാളിയ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എന്തെങ്കിലും സ്കേർട്ട് തയ്ച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ഇതേ ഫൈനൽ ഔട്ട്ലുക്ക് ഇത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടായേ.